വെറുമൊരു സാധാരണ ചിരിച്ചിരിച്ച് തീർന്നു പോകുന്ന ഒരാളല്ല മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ. ആ ചിരിയിൽ അവശേഷിക്കുന്നത് ഇടത്തരം മലയാളിയുടെ സകല ആടയാഭരണങ്ങളുമാണ്. നാടോടിക്കാറ്റിലെയും തലയണ മന്ത്രത്തിലെയും വടക്കുനോക്കി യന്ത്രത്തിലെയും ചിന്താവിഷ്ടിയായ ശ്യാമളയിലെയും ശ്രീനിവാസനിൽ ഏതാണ്ടൊക്കെ ഒരു സമ്പൂർണ്ണ ഇടത്തരം മലയാളിയുണ്ട്. ആക്ഷേപഹാസ്യവും പരിഹാസവും സ്വയം വിമർശനവും ആടിത്തിമർക്കുന്ന ഒരു തുള്ളൽ കുഞ്ചൻ ശ്രീനിവാസൻ്റെ കൂടപ്പിറപ്പായി എന്നുമുണ്ടായിരുന്നു. ആ അതിസാധാരണത്വത്തെ നായകനായി പോലും ആവിഷ്കരിക്കാൻ കെൽപ്പുണ്ടായിരുന്നു ശ്രീനിവാസനിലെ തിരക്കഥാകൃത്തിനും സംവിധായകനും. മലയാളിയുടെ വൈയക്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ അഭിരുചികളെ പ്രതിനിധീകരിക്കുന്ന ഒരു നടന ശരീരം സ്വന്തം കഥാപാത്രങ്ങളിലൂടെ തന്നെ ശ്രീനിവാസൻ രൂപപ്പെടുത്തിയെടുത്തു. അത് പിന്നീട് വന്ന ആസ്വാദക തലമുറകളുടെ ടെക്സ്റ്റ് ബുക്കായി മാറി. വിമർശിക്കപ്പെടുമ്പോഴും അവഗണിക്കാനാകാത്ത ആവിഷ്കാരമായി ആ പ്രകടനങ്ങൾ നിലനിന്നു. കെ ജി ജോർജിൻ്റെ മേള എന്ന സിനിമയുടെ തിരക്കഥാ ചർച്ചയിൽ പങ്കാളിയായാണ് ശ്രീനിവാസൻ എഴുത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് സഞ്ചരിക്കുന്നത്. പിന്നീട് നിരവധി സിനിമകളുടെ അണിയറയിൽ പേരില്ലാതെ പ്രവർത്തിച്ചു. സ്വന്തം പാഷനായ അഭിനയത്തിന് വേണ്ടിയായിരുന്നു അക്കാലത്തെ അലച്ചിൽ. 1976 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കമായിരുന്നു ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യ സിനിമ. പിന്നീട് നിരവധി സിനിമകളിൽ ചെറിയതെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളിൽ ശ്രീനിവാസൻ തിളങ്ങി. 1984 ഇറങ്ങിയ കെ ജി ജോർജിൻ്റെ പഞ്ചവടിപ്പാലം എന്ന സിനിമയിൽ ചക്രവണ്ടിയിൽ സഞ്ചരിക്കുന്ന കാത്തവരായൻ എന്ന കഥാപാത്രം ശ്രീനിവാസന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. ജി അരവിന്ദൻ്റെ ചിദംബരത്തിലെ മുനിയാണ്ടി മറ്റൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. 1984 പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്തായി. പിന്നീട് ബോയിങ് അടക്കം അദ്ദേഹം എഴുതിയ സിനിമകൾ വൻ ഹിറ്റുകളായി. പിന്നീടാണ് ശ്രീനിവാസൻ സത്യനന്തിക്കാട് എന്ന തൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിലേക്ക് എത്തുന്നത്. മലയാളി യൗവനത്തിൻ്റെ സകല നിസ്സഹായതകളെയും വേദനയൂറുന്ന ചിരിയായി ശ്രീനിവാസൻ എഴുതി. സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന സംവിധാനങ്ങളെയെല്ലാം വിമർശിച്ചു. നടനും എഴുത്തുകാരനും എന്ന നിലയ്ക്ക് ശ്രീനിവാസന് മലയാളത്തിലെ മുഖ്യധാരാ സിനിമയുടെ ചിന്താ പദ്ധതിയെ സവിശേഷമായി തന്നെ സ്വാധീനിക്കാനായി. മുൻ മാതൃകകളില്ലാത്ത സാമൂഹിക വിമർശനത്തിൻ്റെ തിരക്കഥയായിരുന്നു ശ്രീനിവാസൻ്റെ എഴുത്തുലോകം. 2 സിനിമകളെ ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ. 1989 ഇറങ്ങിയ വടക്കുനോക്കി യന്ത്രം മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. 1998 ഇറങ്ങിയ ചിന്താവിഷ്ടിയായ ശ്യാമളയും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. സത്യനന്തിക്കാടിനു വേണ്ടിയായിരുന്നു അവസാന തിരക്കഥയും 2018 ഇറങ്ങിയ ഞാൻ പ്രകാശൻ. ഞാൻ ചെയ്യാതെ പോയ സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന എന്ന് തന്നെ സ്വയം തിരസ്കരിക്കാനുള്ള ആത്മബലം മലയാള സിനിമയിൽ അവശേഷിപ്പിച്ചാണ് ശ്രീനിവാസൻ കഥാവശേഷനാകുന്നത്.